വിളിക്കുമ്പോൾ അവനെ അനുഗമിക്കുക. അവൻ്റെ വഴികൾ കഠിനവും ചെങ്കുത്തായതുമാണെങ്കിലും അവൻ്റെ ചിറകുകൾ നിങ്ങളെ പൊതിയുമ്പോൾ അവന് കീഴ്വഴങ്ങുക. ആ തൂവലുകൾക്കിടയിൽ ഒളിപ്പിച്ച ഖഡ്ഗം നിങ്ങളെ മുറിവേൽപ്പിക്കുമെങ്കിലും. ഇത് പ്രണയത്തെക്കുറിച്ച് ഖലീൽ ജിബ്രാന്റെ വാക്കുകൾ. പ്രണയിക്കാൻ ഒരു പ്രണയദിനം വേണോ? പ്രണയം പഴഞ്ചനായോ? പ്രണയത്തിന് പ്രസക്തി ഉണ്ടോ? തുടങ്ങി പ്രണയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പോലും പ്രസക്തിയില്ലെന്നും സമയമില്ലെന്നും പുതിയ തലമുറ ചിന്തിക്കുന്ന ഈ കാലത്ത് കേരളം ഇപ്പോൾ ചിന്തിക്കുന്നത് പക്ഷേ ഏതായാലും ഈ പ്രണയത്തെക്കുറിച്ചല്ല. കഥയിൽ ആദ്യം നായകനായും പിന്നീട് വില്ലനായും മാറുന്ന മറ്റു ചില പ്രണയങ്ങളെക്കുറിച്ചാണ്. കേരളം കണ്ട ഒട്ടുമിക്ക പീഡന കേസുകളിലും പെൺകുട്ടി ആദ്യം ഇരയായത് പ്രണയ നാടകങ്ങൾക്കായിരുന്നു. ഇരയെ ചതിക്കുഴിയിൽ വീഴ്ത്താനുള്ള പ്ലാനിൻ്റെ ആദ്യ സ്റ്റെപ്പ് മാത്രമായിരുന്നു പലപ്പോഴും പ്രണയം. മനസ്സിനേക്കാളുമേറെ ശരീരം പ്രണയിക്കപ്പെടുന്ന വർദ്ധിക്കുന്ന വിവാഹേതര ബന്ധങ്ങൾക്കിടയിൽ, പ്രണയം വഴികാട്ടിയാകുന്ന ഇത്തരം പീഡന കേസുകൾക്കിടയിൽ, പ്രണയം നൈമിഷികമാണെന്ന് കരുതുന്ന പുതിയ തലമുറയ്ക്കിടയിൽ മറ്റൊരു വാലന്റൈൻസ് ദിനം കൂടി കടന്നു വരുമ്പോൾ നമുക്കും പറയാനുണ്ട് ഇത്തവണ പ്രണയത്തെക്കുറിച്ച്. പുതിയ തലമുറയ്ക്ക് എന്താണ് പ്രണയം? പുതിയ തലമുറയിലെ പ്രണയം ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡാണ്, ഒരുപാട് സീക്രട്ടുമാണ്. എനിക്ക് തോന്നുന്നു പഴയ ഞങ്ങളെല്ലാവരും ശ്രമിക്കുന്നത് ഒരു പരിധിവരെ പേരൻസിൽ നിന്ന് ഒളിപ്പിക്കാനായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ പുതിയൊരു ടെർമിനോളജി തന്നെ എല്ലാവർക്കും ഇടയിലുണ്ട്. 2 ടൈമിങ് 3 ടൈമിങ് എന്നൊക്കെ പറയുന്നത്. ഒരാളെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അടുത്തൊരാളെ പ്രണയിക്കുക, ഒരു 3rd പേഴ്സണെ പ്രണയിക്കുക, 4th പേഴ്സൺ, 5th പേഴ്സൺ, ഇങ്ങനെ നീണ്ട നിരയാണ്. ഇപ്പോൾ പെൺകുട്ടികളോട് ചോദിച്ചാൽ പോലും ഞാൻ 10 ആളുകളെ ഡേറ്റ് ചെയ്തു, 20 ആളുകളെ ഡേറ്റ് ചെയ്തു എന്നൊക്കെ സ്റ്റേറ്റസ് പറയുന്ന ആളുകളെ വളരെ സുലഭമായി കാണുന്നത്. പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്നത്തെ ഹീറ്ററോസെക്ഷൽ പെണ്ണുങ്ങൾ എന്ന് നമുക്ക് ഗണത്തിൽപ്പെടുത്താം. പക്ഷേ ഇപ്പോൾ അത്ര ഒളിപ്പിക്കണം പ്രണയമെന്ന് പുതിയ തലമുറയ്ക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ കോമ്പറ്റീഷൻ ഐറ്റം അല്ലേ ഇപ്പോൾ പ്രണയം എന്ന് പറയുന്നത്. ഇപ്പം വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ പ്രേമിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പിയേഴ്സ്, എൻ്റെ കൊളീഗ്സ്, ഒരുപക്ഷെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ചിന്തിക്കുമായിരിക്കും ഇവന് മാത്രം കിട്ടിയാൽ മതിയോ, അല്ലെങ്കിൽ ആ പെങ്കൊച്ചിനെ ഞാനും കൂടെ പ്രേമിച്ചാലോ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ. പണ്ടൊക്കെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കാൻ കുറച്ചധികം എഫേർട്ട് എടുക്കണം, സമയം വേണം. ഇപ്പം അത്ര ബുദ്ധിമുട്ടില്ല. അല്ല, ഇതിലെ ഏറ്റവും വലിയ ടാക്ടിക്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പെൻ ഈസ് ഓൾവേസ് മൈറ്റർ ദാൻ സ്വോർഡ്. അതുകൊണ്ട് നമ്മൾ ഒരു SMS അയക്കുന്നത് ഒരു പക്ഷേ ഒരു 10 പ്രണയലേഖനത്തിൻ്റെ ഗുണം ചെയ്യും. പക്ഷേ ആവശ്യമുള്ള കറക്റ്റ് വാക്കുകളൊക്കെ കണ്ടുപിടിച്ച് അയക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ എളുപ്പത്തിൽ പ്രണയത്തിൽ വീഴുന്നവരായോ? അല്ല, അത് തിരിച്ചുപോയി. ഇപ്പം ഞങ്ങൾ പുരുഷന്മാരാണ്, ഞങ്ങൾ ആണുങ്ങളാണ് പെട്ടെന്ന് വീണു പോകുന്നത്. 2 പ്രാവശ്യം SMS ചെയ്ത് കഴിയുമ്പോൾ 3ാമത്തെ പ്രാവശ്യം ഞാൻ ഇതെടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഞാൻ കളിയാ ഇത് വീണു, ശരിക്കും ഞാനാ വീണേ. കരുണ പ്രണയമുണ്ടോ? ഉണ്ട് ഉണ്ട്. അതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ എൻ്റെ പ്രണയം എന്ന് പറയുന്നത് കുറച്ചേറെ സീരിയസ് ആണ്. ഞാൻ വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടാണ് ഈ അവസ്ഥയിലെത്തിച്ചത്. പ്രണയത്തിൻ്റെ രൂപവും ഭാവവും മാറി എന്ന് കുറേ കാലങ്ങളായിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാറിയോ പ്രണയത്തിൻ്റെ രൂപവും ഭാവവും? പ്രണയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനസ്സുകൾ തമ്മിലുള്ള ഒരു ആത്മാർത്ഥമായ ബന്ധമാണെങ്കിൽ അത് മാറിയിട്ടില്ല. അതൊരു സൗഹൃദത്തിലേക്ക് ഈ പറയുന്ന ഈ പാറിപ്പറക്കലുകൾക്കെല്ലാം ശേഷം ഒരാളിലേക്ക് വന്നു ചേരുമ്പോൾ അത് ഒരു ചേർച്ചയാണല്ലോ നമ്മളെല്ലാവരും അന്വേഷിക്കുന്നത്. ഓരോ മനുഷ്യരും ജീവിതത്തിൽ അന്വേഷിക്കുന്നത് ചേരുന്ന ഒരു മനസ്സാണ്. അപ്പോൾ അത് ആദ്യം കുട്ടിക്കാലത്ത് നമുക്ക് തോന്നും, യോ അവളുടെ കണ്ണ് കണ്ടോ, ഞാൻ അവിടെ നിന്നുപോയി, മുടി കണ്ടോ അവിടെ നിന്നുപോയി എന്ന് തോന്നുന്ന തരത്തിലുള്ള ശാരീരികമായ അവസ്ഥകളെ പ്രണയിച്ച് തുടങ്ങും. പിന്നീട് കുറേ കൂടെ മുതിരുമ്പോൾ അതിൽ കാര്യമില്ല. അത് ആ കുട്ടിക്ക് ചിലപ്പോൾ അവളുടെ ചേർച്ച കണ്ടെത്തുന്ന വേറൊരു പുരുഷനിലായിരിക്കും. ഈ നമ്മൾ കണ്ട സുന്ദരിക്ക് ഇഷ്ടമുള്ളത് വേറൊരു സുന്ദരനായിരിക്കും, ആ സുന്ദരന് ഇഷ്ടം വേറൊരു സുന്ദരി. ആ ഒരു ഒഴുക്കെല്ലാം കഴിയുമ്പോൾ പിന്നെ ഇതല്ല എനിക്ക് വേണ്ടത്, പിന്നെന്താ എനിക്ക് വേണ്ടത്, അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഒരു മനസ്സ് നമ്മൾ ഒരു പോയിന്റിൽ നമ്മളെത്തും. ഇപ്പോഴത്തെ പുതിയ തലമുറ അത്തരം ഒരു ഡെപ്ത് മനസ്സിലാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു പക്ഷേ പണ്ടത്തെ കാലത്ത് ക്യാമ്പസിലുണ്ടായിരുന്ന പ്രണയം അല്ലല്ലോ ഇപ്പോഴുള്ളത്. പണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥയില്ല. ഒന്നാമത് മൊബൈലില്ല, ഫോണില്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളില്ല. ഒരു പെൺകൊച്ചിനെ ഇഷ്ടമാണെന്നൊക്കെ പറയാൻ അന്നത്തെ പയ്യന്മാർ വെട്ടപ്പാട്. ദൈവമേ, ഒന്ന് കണ്ണു തുറന്ന് നോക്കിയേക്ക്, ഒന്ന് അയ്യോ എന്നൊക്കെ പറഞ്ഞ് ബസ് സ്റ്റോപ്പിലൊക്കെ കാത്തു നിന്ന കഥ ഇപ്പം നമുക്കൊക്കെ തന്നെ അറിയാലോ. ഒന്ന് കാണാനൊക്കെ മണിക്കൂറുകൾ നിൽക്കും. എനിക്കറിയാവുന്ന മനോഹരമായ 2 പ്രണയം. ഒന്ന് C. അച്യുതമേനോൻ സാറിൻ്റെ മകൻ രാമൻകുട്ടി ചേട്ടനും മീന ചേച്ചിയും എന്നൊരു വളരെ ഭയങ്കര രസമുള്ള കപ്പിളാണ്. അവർ പ്രണയിച്ച രീതി ആർക്കും മെഡിക്കൽ കോളേജിലാണ് അവിടെ പഠിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു തരത്തിലും അവർ അതിനൊരു പബ്ലിസിറ്റി, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ അറിയാം ഐ മീൻ എ റിലേഷൻഷിപ്പ്, പിറ്റേ ദിവസം ഐ എം നോട്ട് ഇൻ എ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വാട്ട് എവർ. അത് ഒരു ആക്ച്വലി ഒന്ന്
നോക്കൂ എനിക്ക് എൻ്റെ കൂടെ ഇന്ന ബൈക്കിൽ ഇങ്ങനെ പുറയിലിരുത്തി, ആദ്യം പ്രണയിക്കുന്നതിന് മുമ്പ് തന്നെ ബൈക്കിൽ പുറയിലിരുത്തി ഫോട്ടോ എടുത്തിട്ട് അത് ഇടുകയായിരിക്കും ആദ്യത്തെ ജോലി. അപ്പോൾ പബ്ലിസിറ്റി ഒന്നുമല്ല. അതിനുശേഷം ഇവർ ചിലപ്പോൾ അത് കാണുമ്പോൾ ഒന്ന് നോടി ചെയ്യും പരസ്പരം എന്നൊക്കെ പറയുന്നത്, അത് കഴിഞ്ഞ് ഇഷ്ടമാണ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തുന്ന ഒരു പ്രണയം. മറ്റൊന്ന് മറ്റേ ബട്ടർ ഫിംഗേഴ്സൊക്കെ എഴുതിയ ഖൈറുന്നിസ, അതുപോലെ വിജയകുമാർ സാറ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു. രണ്ടുപേരും മോൾ സയൻസ് കോളേജിലാണ് ഖൈറുന്നിസ മാഡം. അവർ രണ്ടുപേരുടെയും പ്രണയം, രണ്ട് സമുദായമാണ്, മുഴുവൻ പേരും എതിർത്തിട്ടും അവർ പോയി ആര്യ സമാജത്തിൽ ചേർന്നിട്ട് അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അവിടെയൊക്കെ അത് ഞാൻ സാക്ഷിയായിട്ട്, എന്ന് വെച്ചാൽ ഞാൻ വളരെ അടുത്ത് കണ്ടിട്ടുള്ളതാണ് അവർ തമ്മിലുള്ളൊരു ബന്ധം. അപ്പോൾ ഒക്കെ നമുക്ക് ഇങ്ങനെ ആവാൻ പാടാണ്, എന്ത് രസമാണ് അവരുടെ ബന്ധം. ആ ചേർച്ചയിലേക്ക് മനുഷ്യർ എത്തിച്ചേരണം. പക്ഷേ കുട്ടികളുടെ കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പാറി പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം എല്ലാം മതിയാക്കിയിട്ട് ഒരു ബന്ധത്തിലേക്ക് അങ്ങ് ഒതുങ്ങുന്ന ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളെ നമ്മൾ കാണണം. പുതിയ തലമുറ അത്തരം പ്രണയങ്ങളിൽ നിന്ന് ഒരുപാട് മാറിപ്പോയില്ലേ? പ്രണയത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും പക്ഷേ അതിൻ്റെ ഒരു വൈകാരികതയ്ക്ക് വലിയൊരു അന്തരം സംഭവിച്ചുവെന്ന് ഞാൻ സന്ദേഹിക്കുന്നു. യഥാർത്ഥ പ്രണയത്തെക്കുറിച്ച് ഞാൻ പറയുക, ആകർഷണങ്ങളെക്കുറിച്ചല്ല. നമുക്ക് ലൈംഗികമായ ആകർഷണമോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ആകർഷണങ്ങളൊക്കെ ധാരാളം ഉണ്ടാവും, നാച്ചുറൽ. പക്ഷേ ഇതൊരു ഹൃദയത്തോട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് എങ്കിൽ, മനസ്സിനോട് ബന്ധിച്ച് വരുന്ന ഒരു കാര്യമാണ് എങ്കിൽ, അത് കേവല ആകർഷണത്തിനപ്പുറത്ത് നിൽക്കുന്ന ഒരു അനുഭൂതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ അത് ഈ ഫേസ്ബുക്കിലെ ഈ കമൻറ്റുകൾ പോലെ മാറി മാറി വരുന്ന ഒരു പ്രണയത്തിൻ്റെ സ്വഭാവമല്ല അതിനുള്ളത്. ആ പ്രണയത്തിന് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും. പക്ഷേ ഉൾക്കടൽ പോലുള്ള ഒരു കഥയ്ക്ക് ഇപ്പോൾ അതിനൊരു സ്കോപ്പ് ഉണ്ടാകുമോ സിനിമയാക്കിയാൽ? ഇപ്പോഴത്തെ യുവതലമുറ അത്തരം ഒരു കഥയെ അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും? ഉൾക്കടലിൽ നിന്ന് ഞാൻ മാറിയിട്ടുണ്ട്. എൻ്റെ പുതിയ നോവൽ എന്ന് പറയുന്നത് പ്രണയ താഴ്വരയിലെ ദേവദാരുവാണ്. പ്രണയ താഴ്വരയിലെ ദേവദാരുവിലേക്ക് ഞാൻ വളർന്നിരിക്കുന്നു. അതൊരു ഇൻ്റർനാഷണൽ ലവാണ്. എൻ്റെ നായകൻ ഭാരതീയനായ ഹർഷവർദ്ധനനും നായിക ജെറുസലേം പുത്രിയായിരിക്കുന്ന സൈറയുമാണ്. അപ്പോൾ പ്രണയത്തിന് അത്ര വലിയൊരു മാനവികതയുടെ സ്വഭാവം ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കാരണം പ്രണയം എവിടെയുണ്ട്, അതിന് സെക്ഷുവാലിറ്റിയായിട്ട് ബന്ധപ്പെടുത്തരുത് ദയവായിട്ട്. പ്രണയത്തെ അങ്ങനെ ചെറുതാക്കരുതെന്ന്, അതായിക്കോട്ടെ വേണ്ടെന്നല്ല ഞാൻ പറയുക, അത് വേറൊരു കാര്യം. പക്ഷേ പ്രണയം എന്ന് പറയുന്നത് നിശ്ചയമായും നമ്മുടെ മനസ്സിൽ നിന്ന് ഉണർന്നു വരുന്ന ഒരു വൈകാരികതയോ ഒരു അനുഭൂതിയോ. അതിൻ്റെ മധുരം പുതിയ തലമുറയ്ക്കും നഷ്ടപ്പെട്ടിട്ടില്ല. പുതിയ തലമുറ നഷ്ടപ്പെട്ടിട്ടില്ല. പുതിയ തലമുറ നമ്മളങ്ങനെ തള്ളിക്കളയരുത്. പുതിയ തലമുറ മുഴുവൻ പിന്നെന്താ പറയുക, ചാടിക്കയറി പ്രേമിച്ച് പിറ്റേ ദിവസം പഴയ വസ്ത്രം പോലെ ഇതിനെ തള്ളിക്കളയുന്നവരാണ് പുതിയ തലമുറ എന്ന് പറയുന്നത് ശരിയല്ല. സാർ പറഞ്ഞതിന് ഒരല്പം വ്യതിചലിച്ച് ചിന്തിക്കാൻ തോന്നുന്നു. കാര്യം ക്യാമ്പസ് ഇന്ന് വിഷ്വൽ മീഡിയയാണ് ഏറ്റവും വലിയ ഇൻട്രൂസീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കാര്യം വിഷ്വൽ മീഡിയയിൽ കാണിക്കുന്ന അല്ലെങ്കിൽ 2-3 പ്രാവശ്യം പ്രേമിക്കുന്ന ആളുകളെയാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. അപ്പം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഞങ്ങൾ ഇമോഷണലി ഇതിലേക്ക് കുറച്ച് എത്തത്തില്ലേ? ഇപ്പോൾ ചിന്തിച്ചു കൂടായില്ലേ? ഇപ്പം അടുത്തൊരു പെൺകുട്ടിയെ കാണുന്നുണ്ട്, നല്ല മുടിയുണ്ട്, നല്ല കണ്ണുണ്ട്, ഫിസിക്കലി മോർ അട്രാക്റ്റീവ് എന്ന് തോന്നുന്ന ഒരാളെ പ്രണയിക്കാൻ ആർക്കും ആഗ്രഹം തോന്നും. അങ്ങനെ ഒരവസ്ഥയിൽ ശരിയാണ്, ശുദ്ധമായ പ്രണയത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. വളരെ സീരിയസ് ആയി പ്രണയിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യനല്ലേ, ഒരു പരിധി വരെയൊക്കെ ചിലപ്പം ഒരു ഡീറ്റൂർ എടുത്ത് കളയുമെന്നുള്ള അവസ്ഥയിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും. കരുൺ, ശ്രീ മുരുകൻ കാട്ടാക്കട, എന്താണ് മധുരമായ പ്രണയം? ഒരു 2 വരി കവിതയിൽ പറഞ്ഞാൽ. 2 വരി കവിതയിൽ പറയുകയാണെങ്കിൽ മധുരമായ പ്രണയത്തെക്കുറിച്ചായിരിക്കില്ല, ഞാൻ ഭ്രമമാണ് പ്രണയം എന്ന് പറയും. ഭ്രമമാണ് പ്രണയം, വെറും ഭ്രമം, വാക്കിൻ്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം. എപ്പോഴോ തട്ടിത്തകർന്നു വീഴുന്നു നാം, നഷ്ടങ്ങളറിയാതെ നഷ്ടപ്പെടുന്നു. ഇപ്പോഴത്തെ പ്രണയം ഏതാണ്ട് ഇപ്പോഴത്തെ നല്ല, സാറ് പറഞ്ഞതുപോലെ എല്ലാ കാലത്തെയും മെജോറിറ്റി പ്രണയം അതാണ്. ഈ പറയുന്നത് പോലെ മാംസബദ്ധമായ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ വേദനകളാണ് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നനുത്ത ഒരു ബോധമായി പ്രണയം കൊണ്ടു നടക്കുകയും അതെല്ലാവരിലും കാണും, അതിൻ്റെ കൂടെ തന്നെ ബാക്കി പലതും കാണും എന്നുള്ളതും സത്യമാണ്. ബാക്കി കള്ളമാണ് പറയുന്നത്. പ്രണയത്തിൽ എത്രത്തോളം കള്ളമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം പ്രാക്ടിക്കലാണ് ഇന്നത്തെ പ്രണയം? ശ്രീ മുരുകൻ അദ്ദേഹം പറഞ്ഞതിനേക്കാൾ ഇന്നത്തെ തലമുറയ്ക്ക് കൂടുതൽ ഈ ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. അപ്പോൾ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഉള്ള ആ ഒരു ഓപ്പൺനെസ്, അത് ആണ് കൂടുതലും ആരോഗ്യമായിട്ടിരിക്കുന്നതും അതേസമയം അതിനൊരു കോൺട്രാസ്റ്റ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മൊബൈൽ ഫോണില്ല, ചാറ്റിംഗ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നുള്ളതാണ്. നല്ല പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും ഒരു മൂല്യശോഷണം സംഭവിക്കുന്നതല്ല, അത് ഒരു കാലഘട്ടത്തിൻ്റെതായ വ്യത്യാസം. ഒരു കാഴ്ചപ്പാട് മാറി, പെൺകുട്ടികൾ കുറച്ചുകൂടെ ബോൾഡായി ഇനീഷ്യേറ്റീവ് എടുക്കാൻ തുടങ്ങി, അങ്ങനെ തോന്നില്ലേ? ഉണ്ട്.
അത് പ്രണയത്തെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? ഈ പറഞ്ഞ പോലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലൊരു വലിയ വ്യത്യാസം ഇപ്പോൾ കാണാനില്ല. കൂടുതലും പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന്, ഇപ്പോൾ ഞാനൊരു അധ്യാപികയും കൂടെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ചുറ്റും കാണുന്ന ഈ ഒരു അനുഭവത്തിനിടയിൽ വളരെ ചെറുതിലേ തന്നെ പ്രണയവും എല്ലാം വളരെ, പ്രണയം എന്ന് പറയാൻ പറ്റില്ല, ഈ പറഞ്ഞ പോലെ ഒരു അട്രാക്ഷനും ശ്രീമതി നീന പ്രസാദ്, എത്രത്തോളം ടെൻഷൻ ഉണ്ടായിരുന്നു ഈ പ്രണയം വീട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ? അങ്ങനെയല്ല, എൻ്റെ പ്രണയം ഞാൻ വളരെ ലേറ്റായിട്ട് മാരി ചെയ്ത ഒരാളാണ്. എൻ്റെ പ്രണയം, സുനിലിനോടുള്ള എൻ്റെ പ്രണയം വർഷങ്ങൾക്ക് മുമ്പ് കോളേജ് പഠിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളതാണ്. അതിനുശേഷം വിവാഹം എന്നുള്ളത് എൻ്റെ പ്രയോറിറ്റിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ വിവാഹം കഴിച്ചപ്പോൾ അതങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രണയം വിവാഹത്തിൽ കലാശിച്ചുവെങ്കിലും പ്രണയങ്ങൾ അത് മാത്രമല്ല, പല പ്രണയങ്ങളും മനസ്സിലുണ്ടായിട്ടുണ്ട്. എന്തിനാമിഴി പൂട്ടിയിടുന്നു ചുണ്ട് ചുണ്ടിനെ ചുംബിച്ചിടുമ്പോൾ എന്ന് ഒളപ്പമണ്ണ പാടിയത് എത്രയോ പഴയ കാലത്ത്. ഇന്നത്തെ ഈ പ്രണയത്തിൻ്റെ കാലത്ത് ഇതിനൊക്കെ എന്ത് പ്രസക്തിയുണ്ട്? വളരെ ചെറിയ അതിർവരമ്പേ സൗഹൃദവും പ്രണയവും തമ്മിൽ ന്യൂ ജനറേഷൻ തലമുറയ്ക്കുള്ളൂ. നഷ്ടമാകുന്ന പ്രണയങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിൽ നിന്ന് മുറിച്ചു മാറ്റാൻ പുതിയ തലമുറ തയ്യാറാകുമ്പോൾ പ്രണയത്തിൻ്റെ ആഴവും ഊഷ്മളതയും നഷ്ടമാവുകയാണോ? ഞങ്ങൾക്കും പറയാനുണ്ട്. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം.